ശബ്ദമില്ലാത്തവിടെ ശബ്ദമാണെന്ന് പറഞ്ഞ് പാട്ടുകൾ എഴുതി അടിച്ചമർത്തപ്പെട്ട, ചതച്ചരക്കപ്പെട്ട, വലിച്ചിഴക്കപ്പെട്ട, ഞെരിച്ചമർത്തപ്പെട്ട, ഞെക്കിപ്പിഴിഞ്ഞ് മനുഷ്യന്റെ മുഴുവൻ മൂല്യങ്ങളെയും തകർത്തെറിയാൻ വേണ്ടി രാക്ഷസ്വഭാവത്തിന്റെ കാലുകൾ കൊണ്ട് ചവിട്ടിത്തേക്കപ്പെട്ട ഒരു സംഘത്തിനെ ഉറക്കെ പറയാൻ തന്റെ കലയിലൂടെ രംഗത്ത് വന്ന ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ സത്യത്തിൽ ആ വാർത്ത കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അയാൾ പലപ്പോഴും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ മുഴച്ചു നിന്നിരുന്നു, മക്കളെ നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, നിങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണം, നിങ്ങളുടെ അച്ഛനെ പൊന്നുപോലെ നോക്കണം, നിങ്ങൾക്ക് അവരേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന മൂല്യമുള്ള വാക്കുകൾ പറഞ്ഞ ആള് ലഹരി ഉപയോഗിച്ചെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പക്ഷെ ഒരു സമാധാനം ഉണ്ടായത്, ലോകത്തൊരു ലഹരി ഉപയോഗിച്ചവരും പറയാത്തൊരു വാക്ക് അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ പറഞ്ഞു. ലോകത്ത് കഞ്ചാവ് ഉപയോഗിച്ചവരും MDMA ഉപയോഗിച്ചവരും കള്ളുകുടിച്ചവരും ലഹരി പ്രാന്തന്മാരും ഒന്നും പറയാത്ത ഒരു മനോഹരമായ വാക്ക്. അത് കണ്ടിട്ട് എത്ര സന്തോഷം ഉണ്ടായിന്നറിയോ എനിക്ക്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അനുജന്മാരോട്, എന്റെ അനുജത്തിമാരോട് പറയാണ്, ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം. എന്തൊരു വാക്കാണത്, എന്തൊരു വാക്കാണത്! ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം, ചേട്ടനിൽ നിന്ന് നന്നാവാൻ ശ്രമിക്കും. ചേട്ടന് സംഭവിച്ചുപോയി. ഒരു കുടിയൻ ഏത് മേഖലയിലാവട്ടെ, ഇന്നുവരെ ഏതെങ്കിലും ഒരു സിനിമാ നടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് 100% അയാൾ ഓക്കെ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അങ്ങനെ പറയാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ. അടിത്തട്ടിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത പാവങ്ങൾക്ക് ഒരു സന്തോഷമുള്ള വാക്കായിരുന്നു അദ്ദേഹത്തിന്റെ ചില വരികളിൽ. ഫലസ്തീനിൽ ചതച്ചരക്കപ്പെട്ട പാവങ്ങൾ പോലും ഉണ്ട് എന്നറിയുമ്പോ അത്ഭുതം തോന്നിപ്പോയി. എങ്ങനെയാണ് പിന്നെ വർഗീയ രാക്ഷസന്മാർക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് വരാതിരിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞ് ഇപ്പൊ വിട്ടത് ഞാൻ പറയുന്നു, ഇപ്പൊ വിട്ടത് കാര്യമാക്കണ്ട, അയാളെ ഉടനെ പിടിക്കപ്പെടും. എന്തെങ്കിലും ഒരു കുരുക്ക് ആ പാവപ്പെട്ടവന്റെ കഴുത്തിലേക്ക് എറിയാൻ രാക്ഷസന്മാര് കാത്തിരിക്കുന്നുണ്ട്. ആ ചൂണ്ടയിൽ ചെന്ന് വീഴാതിരിക്കാൻ അയാൾ ശ്രമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.